ഹായ് കൂട്ടുകാരെ, ഹായ് പിള്ളേരെ. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓണാഘോഷം പരിപാടിയാണ്. അതിൽ പോവാൻ വേണ്ടിയാണ് ഞാൻ റെഡി ആവണത്. കണ്ട, ഓണമൊക്കെ കഴിഞ്ഞ് ചിങ്ങമൊക്കെ കഴിഞ്ഞ്, പക്ഷേ നമ്മുടെ ഓണാഘോഷം ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഓണം തന്നെ, തിരുവോണം തന്നെ വന്നത് ചിങ്ങം അവസാനമൊക്കെ ആയപ്പോഴല്ലേ. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെയും ഒക്കെ സൗകര്യം നോക്കിയിട്ട് ഇന്നാണ് നമ്മുടെ ഓണാഘോഷം സെറ്റ് ചെയ്തത്. ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോണ സാധനം പപ്പടമാണേ. നമ്മളതിൽ നിറയെ 100ൽ അധികം ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പം സ്കൂളിൽ പഠിച്ചതാണ്, കൂടെ പഠിച്ചതാണ്. എല്ലാവരും സ്കൂളിൽ പഠിച്ചവർ മാത്രമേ ഉള്ളൂ. ഞാൻ പപ്പടമൊക്കെ നല്ല ഭദ്രമായിട്ട് കാറ്റ് കയറാതെ അടച്ചു വെച്ചിട്ടുണ്ട്, തണുക്കാതിരിക്കാൻ. അപ്പം ഞാൻ കൊണ്ടുപോകുന്നത് പപ്പടമാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ സാധനമാണ് കൊണ്ടുവരുന്നത്. നിറയെ ആൾക്കാരുള്ളത് കൊണ്ട് നിറയെ സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റും. ചോറ്, കറികൾ, എല്ലാ കറികളും കൊണ്ടുവരും. പിന്നെ വെള്ളം, ഇല അടക്കം എല്ലാ സാധനങ്ങളും നമ്മൾ ഓരോ വീട്ടിൽ നിന്നുമാണ് കൊണ്ടുപോകുന്നത്. അപ്പം കൂടെ പഠിച്ചതിൽ ലേഡീസും ജെൻസും എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ മക്കളുണ്ട്, മരുമക്കളുള്ളവരുണ്ട്, ചെറുമക്കളുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കുടുംബത്തോടു കൂടി വരും, ഊണ് കഴിക്കും, അല്ലെങ്കിൽ പരിപാടികളിൽ പങ്കെടുക്കും, കണ്ട് ആസ്വദിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇതിപ്പം ഞാൻ മാത്രമേ പോകണുള്ളൂ. കാരണം എൻ്റെ കൂടെ വന്നിരുന്ന് അവിടെ ഇരുന്ന് ബോറടിക്കാൻ ഇവരാരും തയ്യാറല്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അമ്മയുടെ ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ബോറാണ്, നമുക്ക് ദഹിക്കുന്നതൊന്നും അല്ല, അമ്മയ്ക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പിള്ളേർ പറയുന്നത്. ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം നമ്മുടെ ഏജുകാരാണ്. അവിടെ പിന്നെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമുക്ക് 4 തലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ അങ്ങ് പോവും. അവിടെ ചെന്ന് അടിച്ച് പൊളിച്ചിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പം വരാം. അപ്പം ഞാൻ പോയിട്ട് വരാമേ. പിള്ളേരൊക്കെ ഉച്ചയ്ക്ക് അങ്ങ് വരും. ടാറ്റാ.